ഇപ്രാവശ്യം നിലമ്പൂർ ഇലക്ഷനിൽ ആരാണ് ജയിക്കുക? അമ്പൂക്കാന്റെ പക്ഷം ഉള്ളത് അമ്പൂക്ക് എന്ത് തെറ്റിയത് എന്നുള്ളതാണ്. അമ്പൂക്ക് ചെയ്ത് തെറ്റെന്താ വെച്ചാൽ ഈ ഒരു ഇലക്ഷന്റെ ആവശ്യമില്ല. ഇനി അത് മൂപ്പര് എന്നൊരു സമ്മാനമാണ്, ഗിഫ്റ്റാണ്. ഇപ്പൊ ഇന്ന് ഇവിടെ കോൺഗ്രസിന് പ്രചരണം ഉണ്ടായപ്പം ഇവിടെ മുഴുവൻ ബ്ലോക്കായി. അത് മൂപ്പരെ ഗിഫ്റ്റാണ്. വേറെ ഒന്നും പറയാനില്ല. പിന്നെ ആര് ജയിക്കുമെന്ന് വെച്ചാൽ കട്ടയൊന്നും പറയാൻ പറ്റൂല. സ്വരാജ് വന്നതും ഭരണവിരുദ്ധതയും എല്ലാം കൂട്ടിക്കഴിച്ച് എന്തുണ്ടാവും എന്നുള്ളത് നോക്കിക്കാണാം. ഇലക്ഷനിൽ ആരാണ് ഇപ്രാവശ്യം ജയിക്കുക? ആരാ ജയിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പത്തെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ എം സ്വരാജാനാണ് മുൻതൂക്കമുള്ളത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുള്ള കാരണം എന്താണ്? കാരണം എം സ്വരാജിന്റെ വരവൊരു എന്താ പറയാ, യുവാക്കൾക്കടക്കം ഒരു വലിയൊരു ആവേശമായിരിക്കണം. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ നോക്കി കാണുമ്പോൾ എന്താ പറയാ, സ്വരാജിന്റെ ഒരു പ്രകടനത്തിലോ അല്ലെങ്കിൽ ഒരു പൊതുയോഗത്തിലൊക്കെ ആൾക്കാരുടെ ഒരു പങ്കാളിത്തം ഒക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് മനസ്സിലാകുന്നത്. നമ്മളെ നിലമ്പൂർ ഇലക്ഷനിൽ ആരാ ജയിക്കുക? നിലമ്പൂർ ഇലക്ഷനിൽ ഇപ്രാവശ്യം ആരാ ജയിക്കുക? ആര് ജയിച്ചാലും ജനങ്ങളുടെ നിലമ്പൂർ ബൈ ഇലക്ഷനിൽ ആരാ ജയിക്കുക? ആരാണ് ജയിക്കുക ഇപ്പം പറയാനായിട്ടില്ല. എന്തുകൊണ്ടാ വെച്ചാൽ ശക്തമായ നേതാക്കന്മാർ സ്വരാജ്, അതേപോലെ സൗക്കത്ത്, അതിൻ്റെ കൂട്ടത്തിൽ അൻവറും കൂടി ഉള്ളതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്രാവശ്യം നിലമ്പൂർ നമ്മളെ ഇലക്ഷനിൽ ആരാ ജയിക്കുക? നിലമ്പൂര് എന്താ സംശയം, ബാബുട്ടിയാക്ക ജയിക്കും. ഞാനൊരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനാണ്. ഞങ്ങളിവിടെ കയ്യും മെയ്യും മറന്നുകൊണ്ട് ആര്യാണു ഷൗക്കത്ത്, അതായത് ഞങ്ങളെ ബാബുട്ടിയാക്കാക്ക് വേണ്ടിയിട്ട് പ്രവർത്തനത്തിലാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ എല്ലാവരും ഒന്നടക്കം. ഈ പ്രാവശ്യം പിണറായിക്കെതിരെ ഏറ്റവും വലിയ അടി കിട്ടാൻ പോകുന്ന നിലമ്പൂരിന് തുടങ്ങി. എന്തുകൊണ്ടാണ് ബാബുട്ടിയാക്ക് ജയിക്കുന്നത്? കാരണം അൻവറൊക്കെ നിൽക്കണില്ലേ? അൻവർ നിൽക്കണ്ട, അൻവറിന് വോട്ട് കിട്ടും, കുറച്ച് നിഷ്പക്ഷ വോട്ടുകൾ കുറച്ച് അൻവർ വാങ്ങുകയാണെങ്കിലും ജയം ആര്യാണു ഷൗക്കത്തിന്റെ കയ്യിൽ തന്നെ ആയിരിക്കും. അപ്പൊ സ്വരാജ് വന്നതോ? സ്വരാജിനെ CPM-ന്റെ അനുകൂലികൾ തന്നെ വോട്ട് ചെയ്യാത്ത ഒരവസ്ഥയ്ക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ ബൈ ഇലക്ഷനിൽ ആരാ ജയിക്കുക? അതെന്താ പറയാനുള്ളത്, എം സ്വരാജ് അവരൊറ്റ പേര്. എന്തുകൊണ്ട്? പറഞ്ഞ വാക്കിനോട് 100% ആയിട്ട് നിലപാടുള്ള ഒരാളാണ് എം സ്വരാജ്. അതുകൊണ്ട് മാത്രം. അപ്പം ഷൗക്കത്തും അൻവറും നിൽക്കുന്നത് അത് നിലപാടില്ല. അൻവറായാലും നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഷൗക്കത്തിനും നിലപാടില്ലാത്ത ഒരാളാണ്. എം സ്വരാജിന് 100% നിലപാടിൽ ഒറ്റ നിലപാട്, അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് എം സ്വരാജ്. ഒരു സംശയമില്ല, എം സ്വരാജ്. എന്തുകൊണ്ട്? അത് നിലപാടില്ല ഒരു രാഷ്ട്രീയക്കാരനാണ് എം സ്വരാജ്.